ഹേ ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഇത് വ്ളോഗ് ചെയ്തതിന് ശേഷം ഒരു ലോങ് വീഡിയോയും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മാംഗോ കോക്കനട്ട് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് കാണിക്കാമെന്ന്. അപ്പോൾ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. അതിനായിട്ട് നമുക്ക് വേണ്ട കൂടുതൽ റൈപ്പായിട്ടുള്ള മാംഗോ ആണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എത്ര പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താലും അതിനൊരു പുളിരസം ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ചൂടിനെ വെല്ലാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡ്രിങ്കാണ്. ഹൗസ് മിൽക്കും കോക്കനട്ട് മിൽക്കും രണ്ടും ആഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ നമ്മുടെ പശുവും പാലിനേക്കാളും കൂടുതൽ വയറിൽ തണുപ്പ് തരുന്ന സാധനമാണ് തേങ്ങാപ്പാൽ. അത് രണ്ടും നമുക്ക് സമത്തിന് എടുക്കാം. 1:1 റേഷ്യോയിലോ 2:2 റേഷ്യോയിലോ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയ മാങ്ങയാണ്. മാംഗോ ബദാമി എന്ന് പറഞ്ഞ മാംഗോ ആണ്. അത് ചെറിയ മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 പാലും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്രഷ് ക്രീം കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള 200 ml ഫ്രഷ് ക്രീം ആണെന്ന് തോന്നുന്നു. അതിൽ ഹാഫ് ആഡ് ചെയ്തു. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല പോലെ അടിച്ചെടുക്കുക കേട്ടോ. മാംഗോൻ്റെ സ്ലൈസസ് ഒന്നും ഇല്ലാതെ നല്ല പോലെ അടിച്ചെടുക്കുക. പിന്നെ നമുക്ക് ഓപ്ഷണലായിട്ട് മാംഗോ സ്ലൈസസ് ക്യൂബ്സ് പോലെ മുറിച്ചിട്ട് അതും കൂടെ വേണമെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കും. അതിപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതിൽ പിസ്താഷ്യൂസും ബാദമും കാഷ്യൂസും കൂടെയാണ് എടുത്തിട്ടുള്ളത്. അത് ലോങ് സ്ലൈസസ് ആയിട്ട് മുറിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പം നമുക്ക് സെറ്റ് ചെയ്യലാണ്. സെറ്റ് ചെയ്യാൻ നമ്മുടെ പോപ്പി സീഡ്സ് അല്ലെങ്കിൽ കസ്കസ്, ബ്ലാക്ക് കസ്കസ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചത് വേണം. പിന്നെ മാംഗോൻ്റെ ക്രഷും കൂടെ വേണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മാംഗോൻ്റെ ഫ്ലേവറിൽ ജലാറ്റിൻ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ജെല്ലി പോലെ ആക്കിയിട്ട് എടുക്കാം. അത് കുറേ എന്താ പറയുക തിക്കായിട്ടുള്ള ജെല്ലീസ് വേണ്ട കേട്ടോ. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള. ഞാൻ അതില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ മാംഗോ ക്രഷ് എടുത്തിട്ടുള്ളത്. അത് കഴിക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. ജലാറ്റിൻ പോലെ തന്നെ അത് സെറ്റായി കിട്ടും. അടിപൊളിയാണ്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലോങ് ഗ്ലാസസ് ആണ്. അപ്പം ഞാൻ 1.5 ടേബിൾ സ്പൂണോളം കുതിർത്തിയ കസ്കസും 1.5 ടേബിൾ സ്പൂണോളം മാംഗോ ക്രഷും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കും. അപ്പം ഫ്രഷ് മാംഗോ ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നല്ലൊരു ഐസ്ക്രീം പോലെ അല്ലെങ്കിൽ ഒരു പുഡിങ് പോലെ അത്ര തിക്കായിട്ട് വരും കേട്ടോ. പിന്നെ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും അതിൻ്റെ ഒക്കെ തിക്നെസ്സും കൂടി ആകുമ്പോൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കും. ഇതിൻ്റെ മേലെ ഞാൻ റോസ്റ്റഡ് നട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ജെല്ലി പോലെ കാണാൻ പറ്റും ആ ഗ്ലാസ്സിൽ. ഇനിയിപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കലാണ് കേട്ടോ. ഇത് നമുക്കൊരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ പുറത്തെടുത്തിട്ട് നമുക്ക് ഇപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള വാനില ആൻഡ് മാംഗോ ഫ്ലേവറിലുള്ള ഐസ്ക്രീംസ് ആണ്. അപ്പോൾ ഞാൻ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാംഗോ മാത്രം ആകുമ്പോഴത്തേക്ക് മൊത്തത്തിലൊരു മാംഗോ ഫ്ലേവർ ആകുമ്പോൾ ഒരു ടേസ്റ്റ് എന്താ പറയുക കൂടിപ്പോവും മാംഗോൻ്റെ ഫ്ലേവേഴ്സ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ടാലി ചെയ്യാൻ വേണ്ടിയിട്ട് വാനില ഐസ്ക്രീം കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് റോസ്റ്റഡ് നട്ട്സും കൂടെ ആഡ് ചെയ്തിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നിട്ട് പിന്നെ അതിൽ തണുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പോൾ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.